റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. PSC കേരഫെഡ് LD ക്ലർക്ക് പരീക്ഷയിലും ഗുരുതര ക്രമക്കേട് പരാതി. PSC ചെയർമാൻ MR ബൈജുവിനെതിരെയാണ് ഗുരുതര ആരോപണം. റാങ്ക് പട്ടിക അട്ടിമറിക്കാൻ MR ബൈജു നേരിട്ട് ഇടപെട്ടതായി ഉദ്യോഗാർത്ഥി. ഒഴിവ് നികത്താതെ റാങ്ക് പട്ടിക റദ്ദാക്കാൻ MR ബൈജു നിർദ്ദേശം നൽകിയെന്നാണ് പരാതി. ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാതെയാണ് റാങ്ക് പട്ടിക റദ്ദാക്കിയത്. നിയമനം നടത്തണമെന്ന സർക്കാർ ആവശ്യം തള്ളിയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. നിയമനം നടത്തണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ രൂക്ഷമായി പ്രതികരിച്ചതായും പരാതിയുണ്ട്. കേരഫെഡിൽ 23 ഒഴിവുകൾ നിലനിൽക്കുമ്പോഴാണ് റാങ്ക് പട്ടിക റദ്ദാക്കിയത്. ഉദ്യോഗാർത്ഥിയുടെ മൊഴി SIT രേഖപ്പെടുത്തി. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, നമ്മൾ തന്നെ പുറത്തുവിട്ടത് പ്രകാരം ഗൗരവമേറിയ 4ാമത്തെ പരാതിയാണിത്. നമ്മൾ 3 പ്രധാനപ്പെട്ട കേസുകൾ പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. ഒരു ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയിലെ മാർക്ക് വിതരണത്തിലെ ക്രമക്കേടിന്റെ വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് 5ാമത്തെ വാർത്തയാണ് നമ്മൾ PSCയുമായി തന്നെ നൽകുന്നത്. എന്താണ് സംഭവിച്ചത്? കേരഫെഡിൽ MR ബൈജുവിന്റെ ഒരു താല്പര്യമായിരുന്നോ ഈ റാങ്ക് പട്ടിക റദ്ദാക്കാൻ പ്രേരിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ അത് ചട്ടവിരുദ്ധമല്ലേ? ഗുരുതരമായ ക്രമക്കേടല്ലേ റോഷിപാൽ? അരുൺകുമാർ, കേരഫെഡിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് നിയമനവുമായി ബന്ധപ്പെട്ടാണ് അതീവ ഗുരുതരമായ ഒരു പരാതി. അത് സംസ്ഥാന പോലീസ് മേധാവിയുടെ മുന്നിലേക്ക് എത്തുന്ന ഇപ്പോൾ SIT ആ പരാതി പരിശോധിച്ച് ഈ പരാതിക്കാരിയെ ഉദ്യോഗാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ആ മൊഴിയിലും പരാതിയിലും PSC ചെയർമാൻ MR ബൈജുവിനെതിരെ ഗുരുതരമായ ആരോപണം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരഫെഡിൽ 23 ഒഴിവുകൾ നിലനിൽക്കെ ആ ഒഴിവുകളിലേക്ക് അടിയന്തരമായി നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PSCക്ക് കത്ത് നൽകിയിട്ടും ആ കത്ത് അവഗണിച്ചുകൊണ്ട് കാലാവധി കഴിയുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി, പുതിയ വിജ്ഞാപനം പുറത്തിറക്കി നിലവിലെ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. ഈ ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തണമെന്ന് സംസ്ഥാന സർക്കാർ കത്ത് നൽകിയ കാര്യം, അതിൻ്റെ കത്തിൻ്റെ പകർപ്പ് ഉൾപ്പെടെ കൊണ്ടുപോയി നേരിട്ട് ചെയർമാൻ MR ബൈജുവിനെ ഈ ഉദ്യോഗാർത്ഥി കാണിച്ചു. ഈ കാര്യം സംസാരിച്ചപ്പോൾ ഉദ്യോഗാർത്ഥിയോട് MR ബൈജു രൂക്ഷമായി പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം കേൾക്കാൻ വേണ്ടിയല്ല തങ്ങൾ ഇവിടെ ഈ സ്ഥാപനം നടത്തുന്നത് എന്ന തരത്തിലാണ് പരാമർശം നടത്തി. ഈ കാര്യമടക്കം മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ചെയർമാനൊപ്പം ഉണ്ടായിരുന്ന ആ മുറിയിലുണ്ടായിരുന്ന PA ചൂണ്ടിക്കാണിച്ചു ഈ ഉദ്യോഗാർത്ഥിക്ക് അർഹയാണ്, 23 നിയമനം നടത്തണം, കാരണം ഇത് ന്യായമായ ഒരു വാദമാണ് ഉദ്യോഗാർത്ഥി ഉയർത്തുന്നതെന്ന് പലവട്ടം PA വാദിച്ചിട്ടും അത് അംഗീകരിക്കാതെ വാശിയോടെ പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയെന്ന വാദമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ക്രമക്കേടതിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. ആ കേസ് ഹൈക്കോടതിയിൽ നടക്കുമ്പോൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഒരു കാരണവശാലും റാങ്ക് പട്ടിക റദ്ദാക്കാൻ പാടില്ല എന്നതാണ്. അങ്ങനെ ഹൈക്കോടതിയുടെ അനുമതി കൂടി എടുക്കാതെയാണ് റാങ്ക് പട്ടിക റദ്ദാക്കി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്ന ഒരാരോപണം കൂടി ഇതിലുണ്ട്. ഏതായാലും ഈ റാങ്ക് പട്ടിക റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസ് നടക്കുന്നു. പക്ഷേ ഈ കേസ് നിലനിൽക്കെ തന്നെ പുതിയ പരീക്ഷ നടത്തി അതിൽ റാങ്ക് പട്ടിക പുറത്തിറക്കി നിയമനവും നടത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് MR ബൈജു നേരിട്ട് ഇടപെട്ടു എന്നതാണ് ആരോപണമായി ഉയരുന്നത്. ഈ കാര്യത്തിന് അവർ ചൂണ്ടിക്കാട്ടുന്നത് താൻ തന്നെ നേരിട്ട് MR ബൈജുവിനെ കണ്ടു. ആ ഘട്ടത്തിൽ MR ബൈജു വളരെ രൂക്ഷമായ രീതിയിൽ അന്യായമായ രീതിയിൽ ഇടപെടുകയും അന്യായമായ രീതിയിലുള്ള വാദങ്ങൾ ഉയർത്തുകയും ചെയ്തതെന്നാണ്. ആ ഘട്ടത്തിൽ കേരഫെഡിൽ ഒഴിവുകൾ ഉണ്ടായിരുന്നു. 23 ഒഴിവുകളിൽ ഈ നിലവിലുണ്ടായിരുന്ന ആ പട്ടികയിൽ തന്നെ നിന്നും നിയമനം നടത്തണമെന്ന് ആവശ്യമായിരുന്നു സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PSCക്ക് അയച്ച കത്തിലുണ്ടായിരുന്ന. ആ കത്ത് ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നുണ്ട്. ആ കത്ത് നിലനിൽക്കെ, അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ നിലനിൽക്കെ ആ ഘട്ടത്തിൽ പട്ടികയും ഉണ്ടായിരുന്നു, കാലാവധിയും കഴിഞ്ഞിരുന്നില്ല. ആ കാലാവധി കഴിയാത്ത സാഹചര്യത്തിൽ 23 പേരെ ഇതേ പട്ടികയിൽ നിയമിക്കാനുള്ള അവസരം PSCക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വാശി തീർക്കുന്നത് പോലെയാണ് PSC ചെയർമാൻ ആ നിയമനം നടത്താതെ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എന്ന പരാതിയാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥി ഉയർത്തുന്നത്. ഏതായാലും ഉദ്യോഗാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ SIT തീരുമാനമെടുത്തു കഴിഞ്ഞു. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.